Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ പവർ സീരീസ് ആണ്. അപ്പോൾ എന്താണ് ഒരു പവർ സീരീസ് നോക്കാം, ഡെഫിനിഷൻ നോക്കാം. Let x be a variable. A power series in x is a series of the form sigma n equal to 0 to infinity a n x raised to n a naught plus a1x plus a2x square plus a3x cube plus etc plus an x raised to n plus etc. ഇതിനെയാണ് നമ്മളൊരു പവർ സീരീസ് എന്ന് പറയുക. എന്നിന് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സീരീസ് ഇതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഫോമിലുള്ള ഒരു സീരീസിനെയാണ് നമ്മൾ പവർ സീരീസ് എന്ന് പറയാം. ans are constants, coefficients ആണ് അവര്. ഇനി a power series in x minus c where c is a constant is a series of the form. അപ്പോൾ ഇവിടെ x-ന് പകരം x minus c ആണ് എങ്കിൽ sigma n equal to 0 to infinity an x minus c whole raised to n ആണ് വരിക. That is a naught plus a1 into x minus c plus a2 into x minus c whole square plus a3 into x minus c whole cube plus etc. ഇതാണ് ഒരു പവർ സീരീസ് ഇൻ എക്സ് മൈനസ് സി. ഇത് പവർ സീരീസ് ഇൻ എക്സ്, എക്സിന്റെ പ്ലേസിൽ ജസ്റ്റ് എക്സ് മൈനസ് സി ആക്കിയാൽ മതി. അപ്പോൾ പവർ സീരീസ് ഇൻ എക്സ് മൈനസ് സി ഈസ് ഓൾസോ കോൾഡ് എ പവർ സീരീസ് സെന്റേർഡ് അറ്റ് സി or a power series about c. ഈ സീരീസിനെയാണ് നമ്മൾ പവർ സീരീസ് സെന്റേർഡ് അറ്റ് സി, സി ആണ് അതിന്റെ സെന്റർ എന്ന് പറയാം, അല്ലെങ്കിൽ പവർ സീരീസ് എബൌട്ട് സി എന്നാണ് പറയാം. അപ്പൊ സിയുടെ വാല്യൂ 0 ആകുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ പവർ സീരീസ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ടുള്ള പവർ സീരീസ് രണ്ടാമത് പറഞ്ഞതാണ്. അതിൽ സിയുടെ വാല്യൂ 0 ആകുമ്പോഴാണ് ആദ്യത്തെ കിട്ടുന്നത്. ഓക്കെ, സി ആണ് അതിന്റെ സെന്റർ എന്ന് പറയുന്നത്. അടുത്തത് കാര്യങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ അതിൽ നോട്ടിലേക്ക് ഒരു പവർ സീരീസിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അത് സീരീസ് എബൌട്ട് എക്സ് ഈക്വൽ ടു 0. ഇതിൽ എക്സിന്റെ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ സിയുടെ വാല്യൂ 0 ആയിരിക്കണം അല്ലേ. അപ്പൊ ആദ്യത്തത് പോലത്തെ ഒരു സീരീസ് ആണിത്. അപ്പൊ ഇതിന്റെ ദിസ് ഈസ് എ പവർ സീരീസ് എബൌട്ട് എക്സ് ഈക്വൽ ടു 0. അതിൽ കോൺസ്റ്റന്റ് ടേമും 0 ആണ്. ജസ്റ്റ് എക്സാമ്പിൾ നോക്കിയാൽ മതി. പിന്നെ ജോമെട്രിക് പവർ സീരീസ്, അടുത്ത പവർ സീരീസിന് എക്സാമ്പിൾ ആണ് ജോമെട്രിക് പവർ സീരീസ്. ജോമെട്രിക് പവർ സീരീസ് എന്ന് പറയുമ്പോൾ അതിന്റെ കോഎഫിഷ്യന്റും 1 ആയിരിക്കും. എബൌട്ട് എക്സ് ഈക്വൽ ടു 0 എന്ന സീരീസ് ആയിരിക്കും. അപ്പൊ കോഎഫിഷ്യൻസ് കൂടി 1 ആയിട്ട് പോകുമ്പോഴാണ് നമുക്ക് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു n ആണ് വരിക. ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റേസ് ടു n പ്ലസ് എക്സെട്ര ആണ് വരുന്നത്. ഇനി ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്, അതുകൊണ്ട് തന്നെ അത് എപ്പോഴാണ് കൺവേർജ് ചെയ്യുക? മോഡ് എക്സ് ലെസ് ദാൻ, മോഡ് എക്സ് ആണ് അവിടുത്തെ കോമൺ റേഷ്യോ അല്ലെ. അപ്പൊ മോഡ് എക്സ് ലെസ് ദാൻ 1 ആകുമ്പോഴാണ് അത് കൺവേർജ് ചെയ്യുക. അതിന്റെ സം എന്ന് പറഞ്ഞാൽ a ബൈ 1 മൈനസ് ആർ ആയിരിക്കും. ഇവിടുത്തെ a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം 1 ആണ്, 1 മൈനസ് ആർ എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ എക്സ് ആണ് അല്ലെ. ഇതിന്റെ സം ഓർമ്മയില്ലേ? ജോമെട്രിക് സീരീസ് പഠിച്ചത് a ബൈ 1 മൈനസ് ആറിലേക്ക് കൺവേർജ് ചെയ്യുന്നു. മോഡ് എക്സ് ലെസ് ദാൻ മോഡ് ആർ ലെസ് ദാൻ 1 ആകുമ്പോഴേ അത് കൺവേർജ് ചെയ്യുള്ളൂ. അപ്പൊ അത്രയും കാര്യങ്ങൾ അതിന് ഓർത്ത് വെക്കാം. അടുത്തത് ആ ഒരു പവർ സീരീസ് തന്നിരിക്കുന്നത് ഇതാണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 അവിടെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ദിസ് ഈസ് എ പവർ സീരീസ് എബൌട്ട് 2, അബൌട്ട് സി ഈക്വൽ ടു 2 ആണ്. എ നോട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്, a2 എന്ന് പറഞ്ഞാൽ 1/4 ആണ്, അങ്ങനെ അങ്ങനെ a എന്ന് പറഞ്ഞാൽ -1/2 റേസ് ടു n ആണ്. പിന്നെ ഇത് കൺവേർജ് ചെയ്യുക, ഇതിന്റെ കോമൺ റേഷ്യോ, ഇതിന്റെ കോമൺ റേഷ്യോ വരുന്നത് x -2/2 ആണ് അല്ലെ. അപ്പൊ മോഡ് x -2/2 ലെസ് ദാൻ 1 ആകുമ്പോഴാണ് ഇത് കൺവേർജ് ചെയ്യാം. അതായത് ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ മോഡ് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -b ലെസ് ദാൻ a ലെസ് ദാൻ b ആണ്. അപ്പൊ ഇവിടെ മോഡ് x -2/2 ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് -1ഉം ഇപ്പുറത്ത് +1ഉം കൊടുക്കുക ബൗൺസ് ആയിട്ട്. -1 ലെസ് ദാൻ x -2/2 ലെസ് ദാൻ 1 ആണ് വരിക ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ കേട്ടോ. അത് വരുന്നത് സൈഡിലെ റിസൾട്ട് എഴുതി വെക്കുക. മോഡ് a ലെസ് ദാൻ b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക -b ലെസ് ദാൻ a ലെസ് ദാൻ b എന്നാണ്. അത് വെച്ചിട്ടാണ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. പിന്നെ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ ത്രൂ ഔട്ട് ഒരു 2 ആഡ് ചെയ്യാം, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ഏത് വാല്യൂസ് ഏത് ഇന്റർവെല്ലിലാണ് ഏത് എക്സിനാണ് ഇത് കൺവേർജ് ചെയ്യാന്നാണ് കണ്ടുപിടിച്ചത്. അപ്പൊ എക്സിന്റെ വാല്യൂ 0-ന്റെയും 4-ന്റെയും ഇടയിലാവുമ്പോഴാണ് ഇത് കൺവേർജ് ചെയ്യുക എന്ന് പറയാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി അതിന്റെ സം എന്ന് പറഞ്ഞാൽ 1/1 മൈനസ് ആർ ആണ്. അതായത് 1/1 മൈനസ് എക്സ് -2/2 -x-2/2 ആണ് കോമൺ റേഷ്യോ വരുന്നത് കേട്ടോ. മോഡുലസ് വാല്യൂ പിന്നെ ഇത് മാത്രം ഉണ്ടാവുള്ളൂ, ഇത് മാത്രം. ഓക്കെ, ഒരു മൈനസ് കൂടി ഉണ്ട്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 2/x എന്നുള്ളതാണ് നമുക്ക് കിട്ടുക അതിന്റെ സം.
അത്ര എഴുതിയാൽ മതി. ഇതിനകത്ത് പ്രോബ്ലംസ് ആയിട്ട് വേറെ വരുന്നുണ്ട്. അപ്പൊ നോക്കാം. അടുത്തത് റേഡിയസ് ആൻഡ് ഇന്റർവൽ ഓഫ് കൺവേർജൻസ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്യാറുണ്ട്. തന്നിരിക്കുന്ന ഓരോ പവർ സീരീസിന്റെയും റേഡിയസ് ഓഫ് കൺവേർജൻസും ഇന്റർവൽ ഓഫ് കൺവേർജൻസും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ തിയറം നോക്കാം. ദ കൺവേർജൻസ് തിയറം ഫോർ പവർ സീരീസ്. സിഗ്മ n equal to 0 to infinity an x raised to n, which is equal to a naught plus a1x plus a2x square plus etc. converges for x equal to c, which not equal to 0. Then it converges absolutely for all mod x less than mod c. And if the series diverges for x equal to d, then it diverges for all mod x equal to d. കൺവേർജൻസ് തിയറം പറയുന്നത് എബൌട്ട് 0 വരുന്ന ഒരു സീരീസ് എടുത്തിട്ടുണ്ട് എങ്കിൽ അത് എക്സ് ഈക്വൽ ടു സിയിൽ നോക്കിക്കഴിഞ്ഞാൽ കൺവേർജസ് ഫോർ എക്സ് ഈക്വൽ ടു സി ഓർ കൺവേർജസ് ആബ്സല്യൂട്ട്ലി എന്ന് കൂടി പറയാം വെൻ മോഡ് എക്സ് ലെസ് ദാൻ മോഡ് സി ആകുന്നത്. മോഡ് എക്സ് ലെസ് ദാൻ മോഡ് സിക്ക് അത് എപ്പോഴും ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയിരിക്കും ആൻഡ് ഹെൻസ് കൺവേർജന്റ് ആയിരിക്കും. ഡൈവേർജസ് ആണ് ഫോർ എക്സ് ഈക്വൽ ടു ഡി. എക്സിന്റെ ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് കൊടുക്കാമല്ലോ. അപ്പൊ എക്സ് ഈക്വൽ ടു ഡിക്ക് അത് ഡൈവേർജ് ചെയ്യുമെങ്കിൽ ഡൈവേർജസ് ഫോർ ഓൾ മോഡ് എക്സ് ഈക്വൽ ടു ഡി. ഇങ്ങനെയാണ് തിയറത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബിഹേവിയർ, ഇത് പവർ സീരീസ് ആണ് അല്ലെ, ജനറൽ ആയിട്ടുള്ള അബൌട്ട് സി വരുന്ന ഒരു പവർ സീരീസ് ആണിത്. പവർ സീരീസിന്റെ ബിഹേവിയർ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ പവർ സീരീസ് സിഗ്മ എ എൻ, ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നോട്ടിലേക്ക് എഴുതിയാൽ മതിയിട്ട് അതിന്റെ ഇടയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കൊണ്ടൊന്നും നോട്ടിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. അത് മാത്രം നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയാൽ മതിയാവും. അപ്പൊ ഈ പവർ സീരീസ് സിഗ്മ എ എൻ into x minus c whole raised to n behaves one of the following three ways. ഒന്നാമത്തേത്, there is a positive number capital R such that the series diverges for mod x minus c greater than R but converges absolutely for mod x minus c less than R. The series may or may not converge at either of the endpoints x equal to c minus R and x equal to c plus r. അപ്പോൾ ഒരു ബിഹേവിയർ, ഈ പവർ സീരീസിന്റെ ഒരു സ്വഭാവം പറയുന്നത് ഇതാണ്. നമുക്കൊരു പോസിറ്റീവ് നമ്പർ ക്യാപിറ്റൽ ആറിനെ കണ്ടുപിടിക്കാൻ സാധിക്കും സച്ച് ദാറ്റ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ആറിന്, എന്ന് വെച്ചാൽ ഇതൊരു സർക്കിൾ ആയിട്ടാണ് വരിക. ഈ എക്സ് മൈനസ് സി ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആണ്. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ആർ എന്ന് പറയുന്നത് സർക്കിളിന്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ആണ്. ഈ അല്ലെങ്കിൽ സർക്കിളിന്റെ ഉള്ളിൽ വരുന്ന റീജിയൻ ആണ് ഇവിടെ പറയുന്ന റീജിയൻ. ആ റീജിയനിൽ ഈ പവർ സീരീസ് കൺവേർജന്റ് ആകും. അതിന് പുറത്തേക്ക് ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറയുമ്പോൾ ആ സർക്കിളിന്റെ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക് ഫോമിലുള്ള റീജിയന്റെ പുറത്തേക്കുള്ള ഭാഗത്തേക്ക് നമ്മുടെ പവർ സീരീസ് ഡൈവേർജന്റ് ആകും. അങ്ങനെ വരുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് നമ്പർ ആറിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് പവർ സീരീസിലാണെങ്കിലും അങ്ങനെ ഒരു ആറിനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ആദ്യത്തെ ഒരു സ്വഭാവമായിട്ട് പറയുന്നത്. പക്ഷെ എൻഡ് പോയിന്റ്സ് ആയ സി മൈനസ് ആറിലും സി പ്ലസ് ആറിലും കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് നമുക്കറിയില്ല. അതാവാം ആവാതിരിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു പോസിറ്റീവ് നമ്പർ ആറിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ സീരീസുകൾക്കും അങ്ങനെ ഒരു ആറിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ആറിനെയാണ് ഞാനിപ്പോ പറഞ്ഞത്, ഇതൊരു സർക്കിൾ അല്ലെങ്കിൽ ഡിസ്ക് പോലത്തെ റീജിയൻ ആണ്, സർക്കിളിന്റെ ഉള്ളിൽ വരുന്ന റീജിയൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആർ എന്ന് പറയുന്നത് ആ സർക്കിളിന്റെ റേഡിയസ് ആയിട്ടാണ് വരിക. അതുകൊണ്ട് ഈ ആർ എന്ന് പറയുന്ന നമ്പറിനെ ഈ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്നാണ് പറയുക. റേഡിയസ് ഓഫ് കൺവേർജൻസ്, അതായത് അത്രയും റേഡിയസിലുള്ള ഒരു സർക്കിൾ എടുത്ത ആ സർക്കിളിന്റെ ഉൾഭാഗത്ത് ഈ പറയുന്ന സീരീസ് കൺവേർജന്റ് ആണ്. പക്ഷെ അതിന്റെ ഔട്ട്സൈഡിലേക്ക് സീരീസ് ഡൈവേർജന്റ് ആണ്. എൻഡ് പോയിന്റ്സിലെ കാര്യം നമുക്ക് അറിയില്ല. ഓക്കെ, എല്ലാ സീരീസിനും നമുക്ക് ഇതുപോലെ ഒരു ആറ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ആറിനെയാണ്, ആ സർക്കിളിന്റെ കറസ്പോണ്ടിങ് വരുന്ന റേഡിയസിനെയാണ് ആ ആറായിട്ട് നമ്മൾ എടുക്കുന്നത്. ആ ആറിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സ്വഭാവം, ദ സീരീസ് കൺവേർജസ് absolutely for every x in case r equal to infinity.
പിന്നെ വരാവുന്ന വേറൊരു സ്വഭാവം, ഇവിടെ ആറ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആറ് നമുക്ക് ചിലപ്പോൾ ഇൻഫിനിറ്റി എന്ന് കിട്ടാം. അതായത് റേഡിയസ് ഇൻഫിനിറ്റി ആവാം. റേഡിയസ് ഇൻഫിനിറ്റി ആയിട്ടുള്ള സർക്കിൾ എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്തൊരു സർക്കിൾ. അതായത് മൊത്തം പ്ലെയിനിൽ, നമ്മൾ പ്ലെയിൻ ആണല്ലോ ഇപ്പൊ ഡീൽ ചെയ്യുന്നത്, പ്ലെയിൻസിലാണ് നമുക്ക് ഈ സീരീസുകളൊക്കെ വരിക. കോംപ്ലക്സ് മീൻസ് ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലെയിൻസിലാണ്, എക്സുകൾ നമുക്ക് പ്ലെയിനിലാണ് ഉള്ളത്. അപ്പോൾ ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു സർക്കിളാണ്. റേഡിയസ് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു സർക്കിളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് റേഡിയസ് അവസാനിക്കുന്നില്ലല്ലോ, അപ്പോൾ വലിയൊരു സർക്കിളാണ് എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ഓൾ വാല്യൂസ് ഓഫ് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ആ ഏത് വാല്യൂ ഓഫ് എക്സിലും തന്നിരിക്കുന്ന സീരീസ് കൺവേർജന്റ് ആണെന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ റേഡിയസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ആ സീരീസ് എല്ലാ പോയിന്റ്സിലും എല്ലാ എക്സ് വാല്യൂസിലും കൺവേർജന്റ് ആണ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ സ്വഭാവം, the series converges at x equal to c and diverges elsewhere. In this case r equal to 0. ചിലപ്പോ ഈ സീരീസ് ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ മാത്രമേ കൺവേർജ് ചെയ്യുന്നുണ്ടാവുള്ളൂ, ബാക്കി എല്ലായിടത്തും അത് ഡൈവേർജ് ചെയ്യും. സിംഗിൾ പോയിന്റിൽ മാത്രം, ഒരൊറ്റ എക്സ് വാല്യൂവിൽ മാത്രമേ അത് കൺവേർജ് ചെയ്യുന്നുണ്ടാവുള്ളൂ, ബാക്കി എല്ലായിടത്തും അത് ഡൈവേർജ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് അവസ്ഥ എങ്കിൽ നമ്മള് പറയാ ആ സീരീസ് റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആണ്. റേഡിയസ് ഓഫ് കൺവേർജൻസ് അവിടെ 0 ആയിരിക്കും. ഓക്കെ, അപ്പോ ഏത് ഇന്റർവെല്ലിലാണോ നമ്മുടെ പവർ സീരീസ് കൺവേർജന്റ് ആവുന്നത് ആ ഇന്റർവെല്ലിന് നമ്മൾ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഈ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് ഇതാ ഈ എക്സാമ്പിൾ നമ്മൾ നോക്കിയ സമയത്ത് ഇത് എവിടെയാണ് കൺവേർജന്റ് ആവുക, മോഡ് r ലെസ് ദാൻ 1 ആകുമ്പോഴാണ് എന്ന് പറഞ്ഞ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് 0 ലെസ് ദാൻ x ലെസ് ദാൻ 4 എന്ന് വെച്ചാൽ ഓപ്പൺ ഇന്റർവെൽ 0, 4 അല്ലെങ്കിൽ ഇന്റർവെൽ, ഇതൊരു ഇന്റർവെല്ലിനെയാണല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ഇന്റർവെൽ ഫൈൻഡ് ചെയ്തു. അപ്പൊ ആ എക്സ് വാല്യൂ ആണ് ആ ഇന്റർവെൽ വന്നത്, ആ ഇന്റർവെല്ലിനെയാണ് ഈ കറസ്പോണ്ടിംഗ്ലി ഈ സീരീസിന്റെ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയാ. ഏത് എക്സ് വാല്യൂസിനാണോ നമ്മുടെ പവർ സീരീസ് കൺവേർജന്റ് ആവുന്നത് ആ ഇന്റർവെല്ലിനെയാണ് നമ്മൾ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയാം. അതുപോലെ ഞാൻ ആ സർക്കിളിന്റെ കാര്യം പറഞ്ഞു, സർക്കിളിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആറിന്റെ കാര്യം പറഞ്ഞു. ആ റേഡിയസ് എല്ലാ സീരീസിലും ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ റേഡിയസിനെയാണ് നമ്മൾ ആ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയാം. റേഡിയസ് ഓഫ് കൺവേർജൻസ്. അതിൽ രണ്ടാമത്തെ കേസിൽ നമ്മൾ ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുന്ന കേസ് പറഞ്ഞു, അതാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ കേസിൽ നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഒരൊറ്റ പോയിന്റിൽ മാത്രം കൺവേർജന്റ് ആകുന്ന കേസ് പറഞ്ഞു, അതാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് 0 എന്നുള്ള കൺസെപ്റ്റ്. ഈ പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഈ 3 കണ്ടീഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിൽ ആ ഇന്റർവെല്ലിനെ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്നും കേസ് 1 പറയുന്ന റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്നും പിന്നെ കേസ് 2 പറയുന്നതിന് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇൻഫിനിറ്റ് എന്നും കേസ് 3 പറയുന്നതിന് റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 എന്നും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ ആ 3 പോയിന്റ് എഴുതിയിട്ട് ഇത് ജസ്റ്റ് ആറിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർവെല്ലിനെ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്നും എഴുതിയാലും മതി കേട്ടോ. അതൊന്ന് വേർഡ്സിലേക്ക് ആക്കിയിട്ട് അപ്പൊ നിങ്ങൾ എഴുതിക്കോളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. ഇനി അടുത്തത് ഹൗ ടു ടെസ്റ്റ് എ പവർ സീരീസ് ഫോർ കൺവേർജൻസ്. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ പറയാം.